ലൂക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം 20. ആ ദിവസങ്ങളിലൊന്നിൽ യേശു ദൈവാലയാങ്കണത്തിൽ ജനത്തെ ഉപദേശിച്ചും സുവിശേഷം പ്രസംഗിച്ചും കൊണ്ടിരിക്കുമ്പോൾ മുഖ്യപുരോഹിതന്മാരും വേദശാസ്ത്രികളും ജനപ്രമാണികളോട് കൂടെ അടുത്തു വന്ന്, ഞങ്ങളോട് പറയൂ, താങ്കൾ എന്തധികാരത്താലാണ് ഇതൊക്കെയും ചെയ്യുന്നത്? ഈ അധികാരം താങ്കൾക്ക് തന്നത് ആരാണ് എന്ന് ചോദിച്ചു. അതിനുത്തരമായി യേശു, ഞാനും നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാം, നിങ്ങൾ ഉത്തരം പറയൂ. യോഹന്നാൻ്റെ സ്നാനം സ്വർഗത്തിൽ നിന്നോ അതോ മനുഷ്യരിൽ നിന്നോ എന്ന് ചോദിച്ചു. അവർ തമ്മിൽ ആലോചിച്ചു. സ്വർഗത്തിൽ നിന്ന് എന്ന് നമ്മൾ പറഞ്ഞാൽ, എങ്കിൽ നിങ്ങൾ യോഹന്നാനിൽ വിശ്വസിക്കാതിരുന്നത് എന്തുകൊണ്ട് എന്ന് അദ്ദേഹം ചോദിക്കും. മനുഷ്യരിൽ നിന്ന് എന്ന് പറഞ്ഞാലോ, യോഹന്നാൻ ഒരു പ്രവാചകനാണെന്ന് എല്ലാവരും കരുതുന്നതുകൊണ്ടും ജനം നമ്മെ കല്ലെറിയും. അതിനാൽ എവിടെ നിന്ന് എന്ന് തങ്ങൾക്കറിഞ്ഞുകൂടാ എന്ന് അവർ മറുപടി നൽകി. അപ്പോൾ യേശു അവരോട്, എങ്കിൽ എന്തധികാരത്താലാണ് ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് ഞാനും നിങ്ങളോട് പറയുന്നില്ല എന്ന് പറഞ്ഞു. അനന്തരം യേശു ജനത്തോട് ഈ ഉപമ പറഞ്ഞു. ഒരു മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി. കൃഷിക്കാരെ പാട്ടത്തിന് ഏൽപ്പിച്ചിട്ട് ദീർഘകാലം ദൂരസ്ഥലത്തേക്ക് യാത്രയായി. വിളവെടുപ്പ് കാലമായപ്പോൾ ഫലത്തിൽ നിന്നും വീതം ലഭിക്കേണ്ടതിന് കൃഷിക്കാരുടെ അടുത്തേക്ക് അദ്ദേഹം ഒരു ദാസനെ അയച്ചു. എന്നാൽ അവർ അവനെ മർദ്ദിച്ച് വെറും കൈയോടെ അയച്ചു കളഞ്ഞു. അദ്ദേഹം മറ്റൊരു ദാസനെ പറഞ്ഞയച്ചു. അവനെയും അവർ തല്ലി അപമാനിച്ചു വെറും കൈയോടെ തിരിച്ചയച്ചു കളഞ്ഞു. അദ്ദേഹം മൂന്നാമതും ഒരാളെ അയച്ചു. അവർ അയാളെയും മുറിവേൽപ്പിച്ച് പുറത്താക്കി കളഞ്ഞു. അപ്പോൾ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ, ഇനി ഞാൻ എന്തു ചെയ്യും? ഞാൻ എൻ്റെ പ്രിയ മകനെ അയക്കും. ഒരുപക്ഷെ അവർ അവനെ ബഹുമാനിച്ചേക്കും എന്ന് പറഞ്ഞു. എന്നാൽ പാട്ടകൃഷിക്കാർ അവനെ കണ്ടപ്പോൾ തമ്മിൽ ആലോചിച്ച്, ഇവനാണ് അവകാശി, ഇവനെ നമുക്ക് കൊന്നുകളയാം, അങ്ങനെ അവകാശം നമ്മുടേതാകും എന്ന് പറഞ്ഞു. അവർ അവനെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി കൊന്നുകളഞ്ഞു. എന്നാൽ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ അവരോട് എന്തു ചെയ്യും? അദ്ദേഹം വന്ന് ആ പാട്ടകൃഷിക്കാരെ നശിപ്പിച്ച് തോട്ടം വേറെ ആളുകളെ ഏൽപ്പിക്കും. അത് കേട്ടിട്ട് അവർ, അങ്ങനെ ഒരു നാൾ സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. എന്നാൽ യേശു അവരെ നോക്കി, അങ്ങനെയെങ്കിൽ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നുവെന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? ആ കല്ലിന്മേൽ വീഴുന്ന എല്ലാവരും തകർന്നു പോകും. അത് ആരുടെയെങ്കിലും മേൽ വീണാൽ അത് അവരെ പൊടിയാക്കി കളയും എന്ന് പറഞ്ഞു. യേശു ഈ ഉപമ തങ്ങൾക്കെതിരായി പറഞ്ഞതാണ് എന്ന് മുഖ്യപുരോഹിതരും വേദശാസ്ത്രികളും മനസ്സിലാക്കി. അതിനാൽ അപ്പോൾ തന്നെ യേശുവിനെ പിടികൂടാൻ അവർ നോക്കി, എങ്കിലും ജനത്തെ ഭയപ്പെട്ടു. അനന്തരം അവർ യേശുവിനെ സൂക്ഷ്മതയോട് ശ്രദ്ധിക്കുകയും നീതിമാന്മാർ എന്ന് നടിക്കുന്ന ചാരന്മാരെ അയക്കുകയും ചെയ്തു. തന്നെ ഏതെങ്കിലും വാക്കിൽ കുടുക്കി ഗവർണറുടെ വിധിക്കും അധികാരത്തിനും ഏൽപ്പിക്കാനായിരുന്നു അത്. അവർ യേശുവിനോട് ചോദിച്ചു, ഗുരു, അങ്ങ് നേര് പറയുകയും ഉപദേശിക്കുകയും മുഖപക്ഷം നോക്കാതിരിക്കുകയും ദൈവത്തിൻ്റെ വഴി യഥാർത്ഥമായി പഠിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. സീസർക്ക് നാം കരം കൊടുക്കുന്നത് നിയമാനുസൃതമോ അല്ലയോ എന്ന് ചോദിച്ചു. എന്നാൽ യേശു അവരുടെ കൗശലം മനസ്സിലാക്കിയിട്ട് അവരോട്, ഒരു ദിനാരി എന്നെ കാണിക്കൂ, ആരുടെ സ്വരൂപവും ലിഖിതവുമാണ് അതിലുള്ളത് എന്ന് ചോദിച്ചു. സീസറുടേത് എന്ന് അവർ പറഞ്ഞു. എങ്കിൽ സീസറുടേത് സീസർക്കും ദൈവത്തിൻ്റേത് ദൈവത്തിനും കൊടുക്കുക എന്ന് യേശു അവരോട് പറഞ്ഞു. ജനത്തിൻ്റെ മുമ്പിൽ വെച്ച് യേശുവിനെ വാക്കിൽ കൊടുക്കാൻ കഴിയാതെ അവർ മറുപടിയിൽ ആശ്ചര്യപ്പെട്ടു മൗനം പാലിച്ചു. പുനരുദ്ധാനം ഇല്ല എന്ന് പറയുന്ന സദൂക്യരിൽ ചിലർ അടുത്തു വന്ന് യേശുവിനോട് ചോദിച്ചു, ഗുരു, ഒരാളുടെ സഹോദരൻ മക്കളില്ലാതെ മരിച്ചു പോകുകയും ഭാര്യ ജീവിച്ചിരിക്കുകയും ചെയ്യുന്നെങ്കിൽ അയാൾ ആ വിധവയെ വിവാഹം ചെയ്ത് സഹോദരന് വേണ്ടി മക്കളെ ജനിപ്പിക്കണമെന്ന് മോശ നമുക്ക് വേണ്ടി എഴുതിയിട്ടുണ്ടല്ലോ. ഒരിടത്ത് 7 സഹോദരന്മാർ ഉണ്ടായിരുന്നു. അവരിൽ ഒന്നാമൻ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു, മക്കളില്ലാതെ മരിച്ചു. രണ്ടാമനും പിന്നെ മൂന്നാമനും അവളെ സ്വീകരിച്ചു. അങ്ങനെ തന്നെ 7 പേരും എല്ലാവരും മക്കളില്ലാതെ മരിച്ചുപോയി. ഒടുവിൽ ആ സ്ത്രീയും മരിച്ചു. പുനരുദ്ധാനത്തിൽ അവൾ ആരുടെ ഭാര്യയായിരിക്കും? 7 പേർക്കും അവൾ ഭാര്യയായിരുന്നല്ലോ. അതിന് യേശു ഉത്തരം പറഞ്ഞത്, ഈ യുഗത്തിൻ്റെ മക്കൾ വിവാഹം കഴിക്കുകയും വിവാഹം കഴിപ്പിച്ചയക്കുകയും ചെയ്യുന്നു. എന്നാൽ മരിച്ചവരിൽ നിന്നുള്ള പുനരുദ്ധാനത്തിനും ആ യുഗത്തിനും യോഗ്യരായി തീരുന്നവർ വിവാഹം കഴിക്കുകയോ വിവാഹം കഴിപ്പിച്ചയക്കുകയോ ചെയ്യുന്നില്ല. അവർക്കിനി മരിക്കാൻ കഴിയില്ല. കാരണം അവർ മാലാഖമാർക്ക് തുല്യരും ദൈവത്തിൻ്റെ പുത്രന്മാരുമാണ്. എന്തുകൊണ്ടെന്നാൽ
അവർ പുനരുത്ഥാനത്തിൻ്റെ മക്കളാണ്. മുൾപടർപ്പിനെ കുറിച്ച് പറയുന്ന ഭാഗത്ത് മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുമെന്ന് മോശ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. അവിടെ കർത്താവിനെ അബ്രഹാമിൻ്റെ ദൈവവും ഇസ്ഹാക്കിൻ്റെ ദൈവവും യാക്കോവിൻ്റെ ദൈവവും എന്നാണ് പറയുന്നത്. ദൈവമോ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമാണ്. ദൈവത്തിന് എല്ലാവരും ജീവിക്കുന്നവർ തന്നെ. അപ്പോൾ ചില വേദശാസ്ത്രികൾ, ഗുരു, അങ്ങ് പറഞ്ഞത് ശരിയാണ് എന്ന് പറഞ്ഞു. പിന്നീട് അവർക്ക് യേശുവിനോട് ഒന്നിനെക്കുറിച്ചും ചോദിക്കാൻ ധൈര്യമുണ്ടായില്ല. അപ്പോൾ യേശു അവരോട്, ക്രിസ്തു ദാവീദിൻ്റെ പുത്രനാണ് എന്ന് എങ്ങനെ പറയാൻ കഴിയും? കാരണം സങ്കീർത്തന പുസ്തകത്തിൽ ദാവീദ്, കർത്താവ് എൻ്റെ കർത്താവിനോട്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം എൻ്റെ വലത്തുഭാഗത്തിരിക്കുക എന്ന് പറയുന്നുണ്ടല്ലോ. ദാവീദ് അദ്ദേഹത്തെ കർത്താവെന്ന് വിളിക്കുന്നു. എങ്കിൽ ക്രിസ്തു എങ്ങനെ ദാവീദിൻ്റെ പുത്രനാകും എന്ന് ചോദിച്ചു. അനന്തരം ജനമെല്ലാം കേൾക്കെ യേശു തൻ്റെ ശിഷ്യരോട്, വേദശാസ്ത്രികളെ സൂക്ഷിക്കുക. അവർ നീണ്ട അങ്കി ധരിച്ച് നടക്കാൻ ഇഷ്ടപ്പെടുന്നു. ചന്തസ്ഥലങ്ങളിൽ ബഹുമാനത്തോടെയുള്ള വന്ദനവും സിനഗോഗുകളിൽ മുഖ്യാസനവും വിരുന്നുകളിൽ ബഹുമാന്യ സ്ഥാനവും ആഗ്രഹിക്കുന്നു. അവർ വിധവമാരുടെ വീടുകളെ വിഴുങ്ങുകയും ഉപായത്തോടെ നീണ്ട പ്രാർത്ഥനകൾ അർപ്പിക്കുകയും ചെയ്യുന്നു. അവർക്ക് കഠിനമായ ശിക്ഷാവിധി ലഭിക്കും.